വലിയ കല്യാണങ്ങൾ വന്നതായിരുന്നു. വഴി നിൽക്കുകയാണ്, യു ആർ ഇൻ ക്യൂ എന്നായിരുന്നു. ഞാൻ പിന്നെ ക്യൂ ഒഴിവായി എന്റെ അടുത്ത് കുടുങ്ങിപ്പോയതാണ്. അല്ലാഹ് വല്ലാത്തൊരു പടച്ചോൻ തന്നെ എന്നൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ നിങ്ങളും പറയും, എനിക്ക് നല്ല നല്ല എത്രയോ ഇത് വന്നിരുന്നു, പടച്ചോൻ വല്ലാത്തൊരു തലയിലെത്താൻ 6-ാം മാസം വരഞ്ഞതാ നിങ്ങളായിരുന്നു. എന്താ അള്ളാഹ് ആർട്ടിസ്റ്റ്, ഇത് ഒരു മുസവ്വിറിന്റെ മാതിരിയാ പറയുന്നത്. തലയിൽ വരഞ്ഞതാണ് അള്ളാഹ് നിങ്ങളെ മേത്തെത്തിയിട്ടാണ്. അതിന്റെ മുമ്പ് പറഞ്ഞതോ നല്ല വിയാപ്പിള എണ്ണ അല്ലെ. മൈക്കുന്ന സമയം വരെ ആയിഷാബീനോട് റസൂലിനെ പറ്റി ചോദിച്ചപ്പോ എന്താ പറഞ്ഞറിയോ? ഭംഗിവാക്കി പറഞ്ഞതല്ല, കാന ഹുൽഖുഹുൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനാന്നാ പറഞ്ഞത്. മഹദിയ ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിനോട് മാപ്പ് ചോദിച്ചു, എന്തെങ്കിലും അപാകതങ്ങളോട് ഞാൻ ചെയ്തു പോയിട്ട് മാപ്പ് തരണം. റസൂൽ കരിയായിരുന്നത്, കാരണം ഒരു തെറ്റും ചെയ്തിട്ടില്ല റസൂലുള്ളാഹിനോട്. ഒരുപാട് സ്നേഹവും ഒരുപാട് വാത്സല്യവും ഒരുപാട് സമാധാനവും ഒരുപാട് സാന്ത്വനവും ഒക്കെ നൽകിയ ഭാര്യ, നല്ല ഭാര്യയായിരുന്നു ഖദീജ. റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഭാര്യ. മരണം വരെയും മരണശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്നേഹം നിലനിർത്താൻ പ്രത്യേകം ശ്രമിച്ചതായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഞാൻ അതിലേക്കൊന്നും പരത്തി പറയല്ല. മറിച്ച് നമ്മളുടെ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ ഇരിക്കുന്നങ്ങളൊക്കെ. അത് മുഖം കണ്ടറിയാം. ഇത് പറയാൻ തുടങ്ങിയപ്പോ തന്നെ നമുക്ക് സമാധാനം, അങ്ങനെ കുറേശ്ശെ പറഞ്ഞു കൊടുക്കട്ടെ, എന്നാലെങ്കിലും മൂപ്പര് ഇവിടെ ഉണ്ടായ തരക്കല്ലെന്ന് ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമില്ല, മൂപ്പര് ഇവിടെ ഇല്ലല്ലോ. എന്തായാലും ഞാൻ പറഞ്ഞിട്ടേക്കാം. നിങ്ങൾ ഇനി പോരെ ചെന്നാ പറഞ്ഞേക്കുണ്ട്, നിങ്ങളതും പറയാം മൂപ്പരതും പറയാം കേട്ടോ. അപ്പോ സാധാരണ നമ്മൾ ഈ ഭർത്താക്കന്മാര് വല്ലാണ്ട് മെന്റൽ ടോർച്ചർ ചെയ്തിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ച് കഴിയും. പ്രത്യേകിച്ച് ഗൾഫിലേക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഓൻ പെടുന്ന ആദ്യത്തെ ഒരു 10 ദിവസം ഇവിടെ നിന്നിട്ടാണ് പോകും. പോയിട്ട് പിന്നെ ഓരോ കത്ത, ആ കത്തിലൊക്കെ ഓരോ കുത്താണ്, മനസ്സിലായില്ല. ഒക്കെ എന്നെ കൊണ്ടോട്ടി അങ്ങാടിയിൽ വെച്ച് കണ്ടതായി എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു. 6 മണിക്ക് നീ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്നുകൂടി കേട്ടപ്പോൾ കോമാ കുത്ത്. അതാ ഞാൻ പറഞ്ഞ കത്തിൽ കുത്ത്. അത് വായിച്ചിട്ട് ഇപ്പോൾ മെന്റൽ ടോർച്ചർ അനുഭവിക്കുക, സ്വയം വേദന, ഒരുപാട് സങ്കടങ്ങൾ. അതിന് മറുപടി അയച്ചു. ആ മറുപടി ചിലപ്പോൾ ടെലിഫോണിലാവാം. ഇപ്പൊ ടെലിഫോണിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പുരുഷന്മാർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് ജീവിക്കുമ്പോൾ അവിടെ വരുന്ന ഒരുപാട് ആളുകൾ എല്ലാം മുജാഹിദുകളല്ല. സ്കൂളിൽ ചേർത്തിയായില്ല ഗൾഫിൽ ചെന്നാല്. സ്കൂളിൽ ഇപ്പൊ നമ്മൾ ഒരു പുറയുള്ള ആൾക്കാർ പഠിക്കുന്ന ക്ലാസ് അല്ലല്ലത്, പല പുറയുള്ള കുട്ടികൾ കൂടി ഇരിക്കുകയാണല്ലോ. അപ്പൊ ആ പുറയുള്ള എല്ലാ സ്വഭാവം ഇവിടെ ഉണ്ടാവുമല്ലോ. അതുപോലെ ഗൾഫിൽ നിന്ന് വന്നത് മലപ്പുറം ജില്ലകളിലും കോഴിക്കോട് ജില്ലകളിലും കണ്ണൂർ ജില്ലകളിലും തൃശ്ശൂർ ജില്ലകളിലും അവിടെയൊക്കെ എല്ലാ പ്രശ്നക്കാരും കൂടി ഒരു റൂമിൽ കുത്തിരിട്ട് എന്റെ പെണ്ണുങ്ങൾ ചാടിപ്പോയാലും ഒരുത്തന്റെ കൂടെ. അപ്പൊ മറ്റേ എന്റെ ഒന്നും ചാടിപ്പോയില്ലല്ലോ. ഒരുത്തർക്ക് ചാടി പോകായിട്ട് ഒരാൾക്ക് ചാടിപ്പോയുള്ള സങ്കടം, അന്റെ ഒക്കെ ചാടിപ്പോയാൽ ഇന്റെ എന്താ പോകാത്തത്? ഞാൻ അതോടുകൂടി കഴിച്ചിലാവുകയില്ലോ. മറ്റോ കാര്യ പോയതിന് ഇവര് പോകാനുള്ള സങ്കടത്തില്ല. അപ്പൊ ചുരുക്കത്തിൽ ഈ തരം വെറൈറ്റികളാണ് അവിടെ കൂടുന്നത്. അപ്പൊ ഈ ഞരമ്പ് രോഗികൾക്ക് ഞരമ്പ് രോഗം കൂടും. അപ്പൊ ഈ ഭാര്യമാരെ സംബന്ധിച്ച് വളരെ സംശയപരമായ ഒരുപാട് ചിന്തകൾ ഉടലെടുക്കും. ഇതൊക്കെ മെന്റൽ ടോർച്ചറിങ് കാരണങ്ങളുമാണ്. അപ്പൊ ഈ മെന്റൽ ടോർച്ചർ ഈ പെണ്ണുങ്ങളുടെ നേരെയാണ് സാധാരണഗതിയിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട്. അതിപ്പോ നിങ്ങൾക്ക് ഞാൻ ഈ വാചകങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്താ എനിക്ക് വന്ന കത്ത് പോലെ കണ്ടോ? ഞാൻ നിങ്ങൾക്ക് വന്ന കത്ത് കണ്ടല്ലേ, ഞാൻ മൊത്തത്തിൽ എല്ലാവരും എഴുതുന്ന കത്തിൽ ഉള്ള ആശയം നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഈ മാനസികമായിട്ട് വല്ലാണ്ട് പ്രയാസപ്പെടുന്ന തരത്തിൽ ജീവിക്കാൻ പാടില്ല. പരസ്പരം വസ്ത്രങ്ങളെ പോലെ ജീവിക്കണം. ഭർത്താവിനോട് ഒരു കാരണവശാലും തട്ടിക്കേറി സംസാരിക്കാൻ പാടില്ല. ഫസാലിഹാത്തു ഖാനിത്താത്തു, നല്ല വിനയുള്ള പെണ്ണായിരിക്കണം. ഒരു കുടുംബിനി എന്ന് പറഞ്ഞാൽ നല്ല വിനയായിരിക്കണം. വിനയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നിസ്കാരത്തായമ്പോൾ വെച്ച് ഇങ്ങനെ വളരെ ഒരു മക്കഞ്ഞിട്ട് ഇങ്ങനെ നടക്കണതിന് വിനയം എന്നല്ല. വിനയം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ, ഒരു കാര്യം നിങ്ങളോട് കൽപ്പിച്ചാൽ, ഇത് അമർത്ത, ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കാര്യത്തിൽ ഒരു ഇത്താഅത്ത് ഉണ്ടാവണം, ഒരു അനുസരണം ഉണ്ടാവണം. അതാ റസൂലുള്ളാഹി പറഞ്ഞത്. അതുപോലെ നിങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ആനന്ദവും ആഹ്ലാദവും അദ്ദേഹത്തിന് കൊടുക്കണം. സന്തോഷം എല്ലാ ദിവസങ്ങളിലും പ്രത്യേക രൂപത്തിലുള്ള വാസനദ്രവ്യങ്ങളും വസ്ത്രവിധാനങ്ങളും ഒക്കെയുള്ള പുതുമയുള്ള ദിവസങ്ങൾ കൊടുക്കണം. അല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ നല്ല ഷാറിൽ മാറ്റിപ്പോവും അല്ലെ. നിങ്ങൾ മൂപ്പര റൂമിലേക്ക് വരുമ്പോഴോ മത്തിയൊക്കെ മുറിച്ച് അതിന്റെ ഒരു മണു പകുതി കൈ ചെയ്യാണ്ട് ബാക്കി വയ്യിലും തേച്ച് റൂമിലേക്ക് വരും. അതോടുകൂടി മൂപ്പരുടെ ആ ദിവസം കൊളായി. പിന്നെ മൂപ്പർക്ക് മതിയായി. പൗന്റെ പടച്ചോനെ, എന്താണോ കുടുംബജീവിതം, പടച്ചോനെ
അല്ലെ? വല്ല പ്രയാസം ഉണ്ടാവും. ഈ മദ്യമൊക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് ഒക്കെ വൃത്തിയാക്കി ഭംഗിയായി കുളിച്ച് നല്ല വസ്ത്രവും നല്ല വാസനദ്രവ്യമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഭർത്താവിന്റെ മുമ്പിലേക്ക് വരിക. നമ്മളെ പെണ്ണുങ്ങൾ അങ്ങനല്ല. നമ്മളെ പെണ്ണുങ്ങൾ അത്ത് ഉദ്ധരിക്കുമ്പോ ഒരു സാധനം ഉണ്ടല്ലോ, മാക്സി, നമ്മളെ തൽക്കാലവർക്ക് കയ്യച്ച, അതിട്ടിട്ടാണ് നടക്കുക. അതിട്ട് കാണുമ്പോ തന്നെ രാത് കുടിക്കും. ഒരു ജാതി കോലാണല്ലോ പറക്കാൻ നിൽക്കുന്ന കാക്കന്റെ മായി. അപ്പൊ ആ ഒരു സാധനം കാണുമ്പോ തന്നെ ഒരു പ്രയാസം. നേരെ മറിച്ച് നല്ല നല്ല കാണാൻ അഴകുള്ള, എപ്പോഴും അന്തസ്സുള്ള, കാണാൻ അഴകുള്ള, ഭർത്താവിനെ മോഹിപ്പിക്കുന്ന ഒരു ഭാര്യയായിരിക്കണം കേട്ടോ. പുറന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി പോകുമ്പോ ചിലപ്പോ ഓൻ തന്നെ വിചാരിക്കേണ്ടത് നമ്മൾ തന്നെയാണോ? കാരണം അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സാധനം തള്ളേനി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ വളരെ മനോഹരം. ആരെ കാണിക്കാൻ? നിങ്ങളൊക്കെ പുറത്തിറങ്ങി പോകുമ്പോഴല്ലേ മാറ്റല് അല്ലേ? നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ നിസ്കരിക്കും വരെ ആ നിസ്കാര കുപ്പായത്തിന്റെ അടിയിലുള്ള സാധനത്തിന്റെ ഹാല് നിങ്ങൾക്ക് അറിയാം. അള്ളാന്റെ മുമ്പിൽ കയറി നിങ്ങൾ മാന്യമായ വസ്ത്രം അടിയില്ല. നേരെ മറിച്ച് നിങ്ങൾ വേറെ കല്യാണത്തിലൊക്കെ പോവുകയാണെങ്കിലോ എന്താണ് നിങ്ങളെ ഉഷാറ് അല്ലേ? അപ്പൊ ആ കല്യാണപ്പോലെന്ന് ഇപ്പം നിങ്ങളെ വിയാപ്പുറ തന്നെ വേറെയും പെണ്ണുങ്ങളെ കാണുന്നത് അതേമാതിരി മാറ്റി വരുന്നവനെ. അപ്പൊ ഓനക്ക് തോന്നുകയാണ് എന്റെ പെണ്ണുങ്ങൾ ഒരു ജാതി സാധനമാണ്, എന്താണ് കല്യാണം, ഇതൊക്കെ സാധനം നല്ല വെറൈറ്റിയാണ്. അങ്ങനെയാണ് ഓന്റെ മാനസികാവസ്ഥക്ക് തകരാറ് സംഭവിപ്പിച്ചതിൽ വലിയൊരു കാരണക്കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നല്ല സുദിനങ്ങൾ, നല്ല നിമിഷങ്ങൾ നിങ്ങൾ സംഭാവന ചെയ്യണം ഭർത്താക്കന്മാർക്ക്. അത് ഇനിയിപ്പോ ഒരു കാര്യം, അദ്ദേഹം കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ നിങ്ങൾ മൂപ്പര് വരുന്ന ടൈമായ നിങ്ങൾ ഇങ്ങനെ കൊലായിക്കൂടെ നടന്നില്ലേ? എന്താ കാണാത്തത് 6 മണിക്കല്ലേ വെറ്റ്, 6 കാലായല്ലോ, 1/4 മണിക്കൂർ വൈകി അങ്ങ് പ്രയാസം വരും അല്ലേ? കല്യാണം കഴിഞ്ഞ 4-5 കൊല്ലം കഴിഞ്ഞപ്പോഴോ അത് വരും, അത് വന്നോളൂ അല്ലേ? ഇനി പലവാ കോളിന്റെ അടിച്ചാലോ വരുന്നു വിളിച്ചേമിൽ വിളിക്കണ്ട. എന്താ കാരണം? അപ്പൊ എന്താ പ്രശ്നം? എല്ലാ തരത്തിലും താറാറായിട്ട് നിങ്ങൾക്ക് മടുത്തുന്നു അല്ലേ? അപ്പൊ കുടുംബജീവിതത്തിലായ ആ മനുഷ്യനോടുള്ള സ്നേഹവും അനുകമ്പയും വാത്സല്യവും ആദരവും ഒക്കെ മരണം വരെ നിലനിർത്തണമെന്നൊരു തീരുമാനമാണ് ഭാര്യമാർക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ വരുമ്പോഴേ ഭർത്താക്കന്മാരിൽ നിന്ന് ഭാര്യമാർക്ക് സംരക്ഷണവും അങ്ങേയറ്റത്തെ വാത്സല്യവും റഹ്ഫത്തും ഒക്കെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാക്കാൻ കഴിയില്ല. ഇതിവർ പരസ്പരം എടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഒരു ഭാര്യയും ഭർത്താവും എപ്പോഴും ആവാം. അതുപോലെ തന്നെ അള്ളാനെ മതി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവരുത്. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ സലാം ചൊല്ലിക്കൊണ്ടായിരിക്കണം ആരംഭിക്കുന്നത് അല്ലേ? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ, ഞാനൊക്കെ നാട്ടിലുള്ള എല്ലാവരോടും നിങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ MGM-ന്റെ ആൾക്കാർ പെടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളെ കണ്ട അസ്സലാമു അലൈക്കും, മൗലവിയാണ്, വഅലൈക്കും അസ്സലാം അല്ലേ? ഞാൻ എന്റെ ഭാര്യയോട് വേണ്ട അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ഓളിനോട് അറിയുന്നറിയോ? വെറുതെ കൊഞ്ചാ നിൽക്കണ്ടോ പറയും. കാരണം അതൊക്കെ നിങ്ങൾ പുറത്തു പോയി ചെലവാക്കിയാൽ മതി. അള്ളാന്റെ അനുഗ്രഹമൊന്നും ഭാര്യമാർക്ക് കൊടുക്കുന്ന പരിപാടിയില്ല. അപ്പൊ അതുകൊണ്ട് അത് അവസാനിപ്പിക്കണം. ആദ്യം അവിടുന്ന് തുടങ്ങണം. ഒരു ഇസ്ലാം അള്ളാഹിനോട് കടപ്പാടുള്ള ഒരു കുടുംബം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴേ നമ്മൾ ഭർത്താക്കന്മാരോട് ഇങ്ങോട്ട് സലാം ചെല്ലുകയും അവരിറങ്ങി പോകുമ്പോൾ സലാം ചെല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് പിടിച്ചെല്ലാം ഉണ്ടാക്കേണ്ടത് ആദ്യം മൂലം ഉണ്ടാക്കണം. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഉണ്ടാക്കണം. ഇങ്ങനൊരു ബോധം ഉണ്ടാവണം. കല്യാണം എന്ന് പറഞ്ഞാൽ കളിക്കാനുള്ളതല്ല. ഇതൊരു കുടുംബത്തിന്റെ അഡ്രസ്സുള്ള ഒരു തലമുറക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ വിവാഹം. അതുകൊണ്ട് ഞാനൊരു നല്ലൊരു കുടുംബത്തെയാണ് ഇവിടെ സംവിധാനിക്കാൻ പോകുന്നത്. ആ ഒരു ബോധം രണ്ടു കൂട്ടർക്കും ഉണ്ടാവണം. ഒരു കാരണവശാലും ഒരു നിലക്കുള്ള ചീത്ത വാക്കുകളും പരസ്പരം പറയാൻ പാടില്ല. ചീത്ത വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പ്രത്യാരോപണം നടത്താൻ പാടില്ല. ഇനി ഭർത്താക്കന്മാർക്ക് നിങ്ങളോട് വല്ലതും പറയാനുണ്ടെങ്കിൽ പോലെ ആ തുക്കബിൽ റൂമിൽ വെച്ചിട്ട് മാത്രമേ നിങ്ങളോട് ഉപദേശിക്കാൻ പോലും പാടുള്ളൂ. റൂമിൽ കൊണ്ടുപോയിട്ടാണ് ഉപദേശിക്കാൻ. മറ്റുള്ളവരുടെ മുമ്പ് നിങ്ങളോടൊന്നും പറയാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. ഇതൊക്കെ ഭർത്താവ് പാലിക്കപ്പെടുന്നതാണ്. അങ്ങനെ ഇപ്പൊ നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓന്റെ പെങ്ങന്മാരുടെ മുമ്പ് നിങ്ങളോട് പറയാൻ പാടില്ല. ഓന്റെ പെങ്ങന്മാരുടെ മുമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നാവില്ല. ഓന്റെ ഉമ്മന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഉമ്മന്റെ മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ നന്നാവില്ല. നിങ്ങൾ ചിലപ്പോ എന്നോട് പറയല്ലേ, നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ, നിങ്ങൾ എന്തിനാ നിങ്ങളെ പെങ്ങളെ മുമ്പ് അല്ലെങ്കിൽ തന്നെ നിങ്ങളെ പെങ്ങൾക്ക് എന്നെ കണ്ടുകൂടാ, അതിന്റെ ഇടയിൽ നിങ്ങൾ അതിന്റെ ഇടയിൽ എന്നെ പറയും ചെയ്തു. എന്താ അത് പറയണ്ടാന്ന് റസൂലുള്ളാഹി ആദ്യം പറഞ്ഞ. പക്ഷെ നമ്മക്ക് മടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓളം മുമ്പ് പറഞ്ഞിട്ട് ഓളും കൂടിയിട്ട് ഈ ഇതൊന്ന് കട്ടനാക്കി തരണേ. അതിന് നല്ല നല്ല നാത്തൂന്മാരുണ്ടാവും. കെട്ടിച്ചൊഴിവാക്കിയുണ്ടെങ്കിൽ വൃത്തിയായി. കാരണം തനിക്ക് ഭർത്താവില്ല, ഇനി എന്റെ ആങ്ങൾക്ക് ഭാര്യയും വേണ്ട, എന്റെ ഭാര്യ അങ്ങനെ ആങ്ങളുടെ കൂടെ ജീവിക്കും വേണ്ട, അങ്ങനത്തെ ഉമ്മുജമീലുകൾ ഉണ്ടാവും.
ഉമ്മു ജമീൽ പറഞ്ഞ അങ്ങ് അറിയില്ലേ? ഉമ്മു ജമീൽ പറഞ്ഞ അസൻകുട്ടിയാക്കന്റെ ഭാര്യയല്ല, നമ്മൾ അബൂലഹബിന്റെ. നിങ്ങള് ഖുർആനിലോടല്ലേ തബ്ബത്ത് അബീലഹബ്, അതിലോടല്ലേ ഉംറാത്തുഹും കൂടെ ആളാണ്. ആ ആളെ സ്വഭാവം എന്താ? നിങ്ങള് റസൂലുള്ളാഹിന്റെ 2 കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് ആ ആളെ മക്കളെ കൊണ്ട്, ഉത്ബയും മുത്തൈബയും രണ്ടാളും കല്യാണം കഴിച്ച്, റസൂലിന്റെ മക്കളെ റുഖയ്യയും മുകുൽസൂരിയും രണ്ടാളും കല്യാണം കഴിച്ച്. കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ റസൂലുള്ളാഹിക്ക് വഹിയൊക്കെ കിട്ടി, തൗഹീദി പ്രബോധനം ആരംഭിച്ചപ്പോ ഉമ്മു ജമീൽ ചൂടായി. ഉമ്മു ജമീൽ പറയാൻ തുടങ്ങി ഉത്ബനോട് ഉത്തൈബനോട്, അനക്ക് മുഹമ്മദിന്റെ മോളെ തന്നെ വേണം, അതിന് വേറെ പെണ്ണ് നമ്മൾ ഇടിക്കും, ദ്വൈവാക്കണം. അങ്ങനെ വയ്യാലെ നടന്ന് മക്കള് വിവാഹം പെട്ടെന്ന് തലാക്കല്ലോ, ആൺകുട്ടികളല്ലേ. അവസാനം അബൂലഹബിനെ കൊണ്ട് പറയിപ്പിച്ച് രണ്ടാളും കൂടെയും സമ്മർദ്ദം മൂലം റസൂലുള്ളാഹിന്റെ 2 മക്കളെയും തലാക്കില്ല. ആര്? ചെല്ലിച്ച് അമ്മായിമ. ഏതാ അമ്മായിമ? ഉമ്മു ജമീല്. അപ്പൊ മക്കളെ ഭാര്യമാരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് ഓലെ കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ആളാരാണ്? ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു അമ്മായിമയാണ് ഉമ്മു ജമീല്. ആരുടെ ഭാര്യ? അബൂലഹബിന്റെ. നിങ്ങളൊക്കെ അങ്ങനെയാണോ? അമ്മായി മക്കളെ ഉണ്ടോ നിങ്ങളടുത്ത്? ഉണ്ടാവും. അതെങ്ങനെ വെച്ചാൽ നിങ്ങളെ മോൻ ചിലപ്പോ ഗൾഫിലായിരിക്കും, വല്ല ദുബായിലേറ്റോ ഇവിടെ കെട്ടിക്കൊടുന്ന് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ഇവളെ പറ്റിയുള്ള കുറ്റങ്ങള്, അവളെ പാപ്പന്റെ കുറ്റം, അവളമ്മന്റെ കുറ്റം, ഇന്നാൾ ഇവിടെ വന്നിട്ട് ബൈക്കൊക്കെ വന്നിട്ട് ഇവിടെ കയറാതെ പോയി. അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഓരോ പറ്റിയ സാധനങ്ങളുണ്ടാവും. ഇവിടെ എന്താ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇവിടെ വല്ലാണ്ട് തിരിഞ്ഞു കളിക്കാത്ത ആളാ. ഞാൻ പല സ്ഥലത്തും തിരിഞ്ഞു കളിച്ചിട്ടൊക്കെ പഠിക്കണ്ട. അതിൽ തിരിഞ്ഞു കളിച്ച് പഠിച്ച ഭാഗങ്ങളെ ഞാൻ പറഞ്ഞു, നമ്മളെ ഈ ബൈക്കൊക്കെ വന്ന് വേറെ എന്തെങ്കിലും കാര്യത്തിന് വന്നായിരിക്കും, നമ്മളോട്ടേക്ക് ചവിട്ടിയില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഓൾക്ക് നമ്മളേച്ച് വലിയ ഇഷ്ടമില്ല എന്നാണ് എനിക്ക് ഇതിനൊക്കെ മനസ്സിലായത് എന്നൊക്കെ പണ്ട് കത്തും ഫോണും ഒക്കെ അയച്ച് എങ്ങനെയെങ്കിലും മരോളെ കണ്ണീര് കാണിച്ചേ അടങ്ങുള്ളൂ. അങ്ങനത്തെ അമ്മായിമാരുണ്ട്. വലിയ സന്തോഷമായി മരുക്കൾ വേദനിക്കുന്നതില്. സ്വന്തം പെൺകുട്ടികളെ അപ്പുറം ഇപ്പുറം ഒക്കെ കെട്ടിച്ചയച്ചിരുന്ന് മറന്നുപോയിട്ട് അതൊക്കെ ചെയ്യല് അല്ലേ? ഈ സ്വഭാവങ്ങൾക്ക് ഉണ്ടാവും. ബാങ്കൊടുത്ത നിസ്കരിക്കുകയും ചെയ്യും. അതിലൊന്നും യാതൊരു വിരോധമില്ല. അമ്മായിമ നല്ല നിസ്കാര, തഹജ്ജുദ് വരെ അമ്മായിമ നിസ്കരിക്കും. അമ്മായിമ തഹജ്ജുദ് നിസ്കരിച്ചാൽ അപ്പുറത്തുപ്പുറത്തുള്ളവരൊക്കെ അറിയിക്കുകയും ചെയ്യും. അതങ്ങനെ ഇന്നലെ ഞാൻ രാത്രി 2 മണിക്ക് നിസ്കരിക്കാൻ നീച്ചപ്പോ ഒച്ച പറഞ്ഞതല്ല, ഞാൻ രാത്രി നിസ്കരിക്കാൻ നീച്ചിരുന്നു, തഹജ്ജുദ് നിസ്കരിക്കാന്ന് മറ്റുള്ളവരെ അറിയിക്കല, ഒന്നുള്ള ഒച്ചയാക്കലൊന്നല്ല ഇവിടുത്തെ പരിപാടി. അപ്പൊ അങ്ങനത്തെ അമ്മായിമാരുണ്ടാവും. ഉണ്ടോ? എനിക്ക് തോന്നുന്നു നിങ്ങളെ മുഖം കണ്ടിട്ട് വലിയ മോശമുള്ള അമ്മായിമാരൊക്കെ അതിലുണ്ട് എന്നാ കേട്ടോ. അപ്പൊ ഈ അമ്മായിമാരൊക്കെ മാറണം. എങ്ങോട്ട് മാറണം? ഉമ്മു ജമീലിലേക്കല്ല, റസൂലുള്ളാഹിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നി ഖദീജത്തുൽ കുബ്രയിലേക്ക് മാറണം കേട്ടോ. ഖദീജയുടെ മടിത്തട്ടിൽ വളർന്ന ഉമ്മു കുൽസൂമിനെയും റുഖിയയെയും പോലെയുള്ള പെൺകുട്ടികൾ ഉണ്ടാവണം കേട്ടോ. ഖദീജയുടെ മടിത്തട്ടിൽ വളർന്ന അത്തരം പെണ്ണുങ്ങൾ ഉണ്ടായി വളരണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സംസ്കാരം ഉണ്ടാവണം. കുടുംബജീവിതത്തിന് ഏറ്റവും വേണ്ട അതാണ്. ഭർത്താവിന്റെ ഉമ്മ വിളിക്കലേക്ക് നമ്മൾ ഉമ്മാന്ന് വിളിക്കലുണ്ടെങ്കിൽ ഉള്ളിൽ ഉമ്മയൊന്നല്ല, ആണോ? നിങ്ങൾ വല്ലാത്ത തള്ളാണ്. ആ തള്ളിയും ആ തന്തിയും വല്ലാത്ത സാധനം അതല്ലേ? ഉണ്ട്. ഒരാൾ പറഞ്ഞു ഇപ്പൊ ഉണ്ട്. അത് ഓനോട് പറയുമ്പോ ഉണ്ടാവും. ഓനോട് ആദ്യത്തിൽ പറഞ്ഞോളാന്ന് പറയും. വല്ലാത്തൊരു സാധനം, അജി വല്ലാടക്കി ഓടത് കൊടുക്കണ്ട, അതൊരു ജായി സാധനമാണ്. അത് ആദ്യത്തിലൊക്കെ സംഭവിക്കും, പിന്നെ സംഭവിക്കില്ല. കാരണം ഓൻ ഇത് മതിയാവുമ്പോഴാണ് പിന്നെ അവർക്ക് എന്താ ഈ പറഞ്ഞു എന്റെ അമ്മനെ തള്ളാണോ എന്താ പറഞ്ഞു കൂടി പറഞ്ഞ അപ്പുകൾ പറയും, അപ്പാട്ടറ കിട്ടും. അല്ല, ഖുർആൻ പറഞ്ഞു വലാത്ത ദീപിൽ വജിയ. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളെ ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ കുട്ടികളുണ്ടല്ലേ, നമ്മളെ ചെറിയ മക്കൾ, കുഞ്ഞു മക്കളെ നമ്മൾ പണിഷ് ചെയ്യല്ലോ ചില സമയത്ത്. ചില ശിക്ഷകളൊക്കെ ഓൾക്ക് കൊടുക്കുമല്ലോ. ആ നിലക്കുള്ള ശിക്ഷകളെ നിങ്ങൾ എന്ത് ചെയ്യാവും? ഭാര്യമാരോട് നടത്താവും. അല്ലാണ്ട് ഭാര്യമാരെ പുറത്തുത്താനും പാടില്ല. ചില ഭർത്താക്കന്മാര് ഭാര്യമാരങ്ങനെ തിരുമ്പണ കല്ലുമ്പോ കുത്തും പോലെ കുത്തല്, എന്നിട്ട് ഓളിങ്ങനെ വളഞ്ഞു നിന്ന് കൊടുക്കല. അങ്ങനത്തെ ഭർത്താക്കന്മാരൊക്കെ ഉണ്ട്. ചിലപ്പോ നിങ്ങളെ ഭർത്താവൊക്കെ നല്ല മുന്തിയ ഭർത്താവായിരിക്കും, നിങ്ങൾക്കത് അറിയില്ല. ഇവിടെ പല ജാതി ഭർത്താക്കന്മാരുണ്ട്. ഇങ്ങനെ മുട്ടും കൈ കൊണ്ട് കുത്തും. അങ്ങനെ ചിലവർ അടിച്ചിട്ട് ചുമരിന്റെ മുകളിലൊക്കെ ചവിട്ടിയിട്ടും എന്തോ ഒരു പോക്കിട്ട് കളിക്കും പോലെ. മൂപ്പര് കുടുംബജീവിതം അങ്ങനെയാണ് മൂപ്പര്